ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ട്വിസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും വിശേഷങ്ങളാണ് കേട്ടോ. അനിയും നന്ദുവും കൂടെ വിവാഹിതരൊക്കെ ആവുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ അവന്തികയാണല്ലോ. അവന്തികയും അതുപോലെ നവീനും ഒക്കെ എതിർക്കുന്നുണ്ട്. പിന്നെ അനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും വീട്ടുകാരെല്ലാം പ്രശ്നമാണ്. അവരെല്ലാം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ അവന്തിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നവ്യ തിരിച്ചറിയാണ്. അങ്ങനെ നവ്യ മനസ്സിലോർക്കാണ് നന്ദു അനി ഒന്നിക്കേണ്ടതാണ്, അവരുടെ വിവാഹം എങ്ങനെയും നടത്തി കൊടുക്കണമെന്ന്. അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം നവീനോടൊപ്പവും അതുപോലെ തന്നെ അനിയുടെ വിവാഹം അവന്തികയോടൊപ്പവും വീട്ടുകാർ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് തന്നെ അനിക്ക് നന്ദുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ നമ്മുടെ നവ്യ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയും വിവാഹം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതറിഞ്ഞു കഴിയുമ്പം അവന്തികയും എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും വീട്ടിലും ഭയങ്കര പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ അനിയും നന്ദുവും വിവാഹിതരാകാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയും നന്ദുവും കൂടി പുറത്തേക്ക് പോകാനായിട്ട് പോകാണല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഇവർ എവിടെയോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്തികയും ഇത് കേൾക്കുന്നുണ്ട് അനി ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അനിയോട് അവന്തിക ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അനി പറയാല്ല, ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോവുക. എന്താ അവന്തികയെന്ന് ചോദിക്കുക. അല്ല, നീ നന്ദുവിനെ കാണാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ കാണാൻ പോകുന്നതല്ല, എനിക്കൊന്ന് പുറത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിക്കുമ്പം അവന്തിക വീണ്ടും ചോദിക്കുക, അനിയേട്ടൻ്റെ അഭിപ്രായം എന്താ നമ്മുടെ വിവാഹത്തെക്കുറിച്ച്? അപ്പം അനി പറയാ, അവന്തികെ, ഞാൻ നിന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞതല്ലേ, നിന്നെ ഞാനൊരു സഹോദരിയായിട്ട് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പം പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പം അവന്തിക പറയാ, അതൊന്നുമല്ല, അനിയേട്ടൻ എന്നെ സഹോദരിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അനിയേട്ടൻ എന്നെ ഭാര്യയായിട്ട് കാണാമല്ലോ. മുറയ്ക്ക് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങൾ. വീട്ടുകാരെല്ലാവരും അത് തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തു. മുത്തശ്ശനും മുത്തശ്ശിയും വരെ അത് സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ അനിയേട്ടൻ ഇങ്ങനെ ഉഴപ്പി പോകുമ്പം അനിയേട്ടൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അനി പറയും, എന്ത് ചിന്തയുണ്ടെന്നാണ് നിങ്ങൾക്ക് എല്ലാം സംശയം? എല്ലാവരും കൂടി ഇതുപോലെ തന്നെ അനാമിക എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ചെയ്തത്. അന്നത് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അനാമിക എൻ്റെ തലയിലാവില്ലായിരുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പോഴും അവൾ എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ല. അവൾക്ക് കോമ്പൻസേഷൻ കൊടുത്താൽ മാത്രമേ അവൾ ഡിവോഴ്സ് തരുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാനാണ് അവന്തികയെന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അല്ല, കോമ്പൻസേഷൻ തന്നാൽ അനാമിക തലയിൽ നിന്ന് ഊരിപ്പോവല്ലോ. നമ്മൾ അവൾ ചോദിക്കുന്ന 10-15 കോടി രൂപ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ അനിയേട്ടാ. അത് കൊടുത്ത് അവളെ ഒഴിവാക്കി നമുക്കൊരു ജീവിതം തുടങ്ങണ്ടേന്ന് ചോദിക്കുക. അനി പറയേ, 10-15 കോടി പോയിട്ട് 1 രൂപ പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനന്തപുരി തറവാട്ടിൽ അവൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടുന്ന് ആവശ്യത്തിന് മുക്കിയിട്ടുള്ളതാ. അതുമല്ല, അവൾ ഒരു ഫ്രോഡാണ്. അവൾ എന്നെ പറ്റിച്ച് തന്നെയാണ് ഈ വിവാഹം കഴിച്ചത്. ആൾമാറാട്ടം പോലും നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം മുത്തശ്ശൻ്റെ അഭിപ്രായം കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് തന്നെയാണെന്ന് പറയുക. അപ്പോൾ അവന്തിക്ക് പറയുക, ആ അഭിപ്രായമൊക്കെ മുത്തശ്ശൻ മാറ്റും. നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ എന്ത് ത്യാഗവും സഹിക്കും. അതുകൊണ്ട് അനിയേട്ടൻ്റെ കൂടെ മനസ്സുണ്ടായാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ അനിയേട്ടാ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നത്, സോറി അവന്തികെ, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വിവാഹം നടക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പോൾ അവന്തികയ്ക്ക് നല്ല മനസ്സിൽ നല്ല ടെൻഷനാകാണ്. അനി അപ്പോൾ ഇറങ്ങി പോകുന്നത് തന്നെ നന്ദുവിനെ കാണാനാണെന്നും അവന്തികയ്ക്ക് നന്നായിട്ട് സംശയമുണ്ട്. അവന്തികയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഉടനെ തന്നെ നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ അച്ഛ, എന്തായാലും അവന്തിക നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനി പോയിരിക്കുന്നത് ഇവിടുന്ന്. ഞാൻ ആവുന്ന അനിയേട്ടനോട് ഞാൻ പറഞ്ഞതാ ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്. ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഞങ്ങളുടെ ഈ വിവാഹം നടക്കാനും പോകുന്നില്ല. അച്ഛൻ എനിക്ക് ആഗ്രഹം തന്നതുകൊണ്ടല്ലേ ഞാൻ ഇത് വീണ്ടും ആഗ്രഹിച്ചു പോയത്. ഇനിയിപ്പോൾ ഇതുകൂടി നടന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ മോളെ കാണാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാഗേന്ദ്രയ്ക്ക് നല്ല ദേഷ്യമാവുകയാണേ. നാഗേന്ദ്രയാണെങ്കിൽ വിളിച്ചിട്ട് നാഗേന്ദ്രയുടെ ഗുണ്ടകളെ അറിയിക്കുന്നുണ്ട്, ആ അനി, അവനെ ഞാൻ വാച്ച് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? അവനിപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. അവൻ ആ നന്ദുവിനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവൻ നന്ദുവിനെ കാണുന്നുണ്ടെങ്കിൽ ആ വിവരം അപ്പം തന്നെ അറിയിക്കുകയും ചെയ്യണം എന്ന് നാഗേന്ദ്ര പറയുക. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അവന്തികയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവന്തിക അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് ഈ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് വരുന്നുണ്ട്. അബി ചോദിക്കുക, എന്താ മോളെ അവന്തികയെ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം?
എന്താ അനി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, ശരിയാ, അനിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറയാണ്. അപ്പം ഇത് കേട്ടോണ്ട് നമ്മുടെ നവ്യ വരുന്നുണ്ട്. അപ്പം നവ്യ അഭിയും അവന്തികയും തമ്മിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നത്, മറഞ്ഞു നിന്ന് സംസാരിക്കുന്നത് നവ്യ മറഞ്ഞു നിന്ന് കേൾക്കുമ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട്, അത് എന്താ അനി പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ഈ വിവാഹത്തിനൊന്നും താല്പര്യമില്ല, അവൻ്റെ മനസ്സിലിപ്പോഴും നന്ദു തന്നെയാണെന്നുള്ള കാര്യം. അപ്പോൾ അവന്തിക്ക് പറയാം, ശരിയാ, നന്ദു തന്നെയാ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനിയേട്ടൻ അങ്ങനെ വിവാഹം കഴിക്കാതിരിക്കേണ്ടതല്ലല്ലോ. ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അനിയേട്ടനെ ഞാൻ അത്രയ്ക്കങ്ങ് മോഹിച്ചു പോയി. നിങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് മോഹം തന്നത്, അത് വേറൊന്നും കണ്ടിട്ടൊന്നും അല്ല ഞാൻ മോഹിച്ചത്. ഇപ്പോൾ അനന്തപുരിയിലെ സ്വത്തുക്കൾ അത് കൈയടക്കാൻ ഒരു മാർഗം എന്ന നിലയ്ക്കല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഉപദേശിച്ചത്. ആദ്യമൊക്കെ അത് തലയിൽ കയറിയില്ലെങ്കിലും പിന്നെ അനിയേട്ടനും എൻ്റെ മനസ്സിലേക്ക് കയറി. ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ അനിയേട്ടനെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ മനസ്സിൽ 100 വട്ടം ആഗ്രഹിച്ചു. അതിനൊക്കെ കാരണവും നിങ്ങളെല്ലാവരും തന്നെയാണ്. അഭിയേട്ടനും അതിൽ പങ്കില്ലെന്ന് ചോദിക്കാം. അപ്പോൾ അഭി പറയാ, എനിക്കതിൽ എന്താ പങ്കുള്ളത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന്. അനാമികയെ പോലും അവൻ ഉപേക്ഷിച്ചത് ആ നന്ദുവിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോഴും അനാമിക ഡിവോഴ്സ് ഒന്നും കൊടുത്തിട്ടുമില്ല. അവൾ കോമ്പൻസേഷൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അവനോട് പറഞ്ഞതാ, എത്രയെങ്കിലും തുക കൊടുത്ത് അത് ഒഴിവാക്കിയാലല്ലേ നീയുമായിട്ടുള്ള വിവാഹം നടക്കുള്ളൂ. പക്ഷേ അവൻ അതിന് തയ്യാറല്ല. ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും അനാമികയ്ക്ക് കോമ്പൻസേഷനൊന്നും ഉടനെ കൊടുക്കില്ല എന്ന് അവൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പം അവൻ്റെ മനസ്സിൽ നന്ദുവാ. 2 വീട്ടുകാരും സമ്മതിക്കാത്ത പക്ഷവാ നന്ദുവിനെ വിവാഹം കഴിക്കാത്തത്. പക്ഷേ അവർ പല സ്ഥലത്ത് വെച്ചും എന്നും തന്നെ കാണുന്നു, സംസാരിക്കുന്നു ഒക്കെയുണ്ട്. ഇല്ല എന്ന് അവൻ വെറുതെ പറയുന്ന. അതുപോലെ നന്ദുവും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന്തിക്ക് പറയാം, ശരിയാ, നന്ദു അവളാ ഒരു ശല്യം. അവൾ കാരണമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നത്. ഒന്ന് വിചാരിച്ചാൽ അവളെ എങ്ങനെയെങ്കിലും തകർക്കണം. ഇപ്പം തന്നെ മനസ്സിലായില്ലേ അഭിയേട്ടൻ്റെ ജ്വല്ലറിയിലെ കള്ള സ്വർണം പിടിച്ച് ആ ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നതും ആ നന്ദു തന്നെയല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയാം, ശരിയാ, നന്ദു തന്നെയാ. പക്ഷേ അതിനൊക്കെ പിന്നിലുള്ള ആളാരാണെന്ന് ഡേവിഡിനോട് ചോദിച്ചത് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. ഡേവിഡ് അതും ഇതും ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അവൾക്ക് അറിയേണ്ടത് ആരാണ് ജ്വല്ലറിക്ക് പുറകിലുള്ളതെന്നാ. ആ സത്യമൊന്നും ഏതായാലും അവൾ അറിയാൻ പോകുന്നില്ല. ഡേവിഡിൽ നിന്ന് അതൊന്നും അറിയില്ല. പക്ഷേ ജ്വല്ലറിക്ക് തകർച്ചയിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാനവിടെ മാനേജരായിട്ട് കയറി കഴിഞ്ഞ് ഇങ്ങനൊരു നഷ്ടം ഉണ്ടായപ്പം അതെൻ്റെ തലയിൽ തന്നെ ആവില്ലേ? അതിനൊക്കെ കാരണക്കാരിയാ നന്ദുവാ. അവൾ എന്നോടും കൂടിയുള്ള ശത്രുത തീർക്കുക. നേരത്തെ തന്നെ അവൾ എന്നെ പിടിച്ച് ജയിലിലിട്ട് തല്ലി ചതച്ചതാ. ആ ഒരു ദേഷ്യവും ശത്രുതയും എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. അതിനുള്ള നല്ലൊരു പണി അവൾക്ക് കൊടുക്കാതെ പറ്റില്ല. മാത്രമല്ല ഇനി അനിയുടെ ഭാര്യയായിട്ട് അവൾ ഈ അനന്തപുരിയിലേക്ക് വരാനും പാടില്ല. അത് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ച കാര്യമാണ്. അവളെ ഈ വീട്ടിനുള്ളിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല എൻ്റെ പെങ്ങളായ നിൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാൻ അവൾ ഒരു തടസ്സമായിട്ടുണ്ടാവാൻ പാടില്ല. അനിയും ആ നന്ദുവും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ് കേട്ടോ അബി. അപ്പോൾ അവന്തികയും പറയാണ്, ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമുക്ക് ശത്രുതയായിട്ട് നിൽക്കുന്ന അവളെ നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമായിട്ട് നന്ദു ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയല്ല ജ്വല്ലറിക്കും എല്ലാവർക്കും ഒരു ശത്രുവായിട്ട് അവളവിടെ ഉണ്ട്. അവിടുത്തെ ഇപ്പം അനിയുടെ കൂടെ പോയിരിക്കുകയാണ്. അനിയേട്ടൻ ഇവിടുന്ന് പോയിരിക്കുന്ന അവളെ കാണാനാ ഫോൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം എനിക്കത് മനസ്സിലായതാ. ഞാനത് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ നിൽക്കാതെയാണ് പോയത്. അബി ഏട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയാം. അപ്പം അബി ആശ്വസിപ്പിക്കുക, അത് മോളെ നീ വിഷമിക്കേണ്ട, നമ്മൾ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കും. അതിനുള്ളൊരു പടിയാണല്ലോ അനിയൻ ഈ വിവാഹം കഴിക്കുക എന്നുള്ളത്. അത് നമുക്ക് സാധിക്കണം. അതിന് തടസ്സമായിട്ട് നന്ദുവല്ല ആര് നിന്നാലും നമ്മൾ അവരെ ഇല്ലാതാക്കിയിരിക്കുമെന്ന് പറയാം. അപ്പം ഇത് നമ്മുടെ നവ്യ കേൾക്കാം. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക കൂടെ നിന്ന് ചതിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തോ ഉണ്ട്. അബിയും അവന്തികയും സഹോദരങ്ങളാണല്ലോ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരോ ജ്വല്ലറിയിലുണ്ട്. ചുമ്മാതൊന്നും അല്ല അബി അവിടെ മാനേജരായിട്ട് കയറ്റിയതും ഇത്ര പെട്ടെന്ന് തന്നെ അവനെ ഡീലിന് കൊണ്ടുപോവുകയും എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുകയും ചെയ്തത്. അല്ലെങ്കിലും ഇപ്പോൾ ജ്വല്ലറിയുടെ കാര്യത്തിൽ അവന്തികയും വ്യാകുലപ്പെടുന്നുണ്ട്. അവന്തികയും അബിയും ഒരുപോലെ ജ്വല്ലറിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന്തിക ഇവിടെ അഭിനയിക്കുകയാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ അവന്തിക അഭിനയിക്കുകയാണ്. ആ അഭിനയം അത് മതിയാക്കണം. അവൾ ഒരു പേരും കള്ളിയാണ്. അതെനിക്ക് നേരത്തെ തന്നെ തോന്നിയ കാര്യമാണ്. പക്ഷേ വീട്ടിലുള്ളവരെ എല്ലാം മയക്കി വെച്ചിരിക്കുകയാണ് അവൾ. പക്ഷേ അവിടെ മനസ്സിൽ മറ്റെന്തോ ആണ്. അബിയേക്കാളും വലിയ ചതി അവളുടെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
അതെന്താണെന്ന് കണ്ടെത്തണം. മാത്രമല്ല നന്ദുവിനെ ചതിക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനിയെ നന്ദുവിനെ ഒന്നിക്കാൻ ഇവർ സമ്മതിക്കില്ല. അപ്പം അതിനുവേണ്ടി നന്ദുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും. അതിനു മുമ്പ് നന്ദുവിനെ രക്ഷിക്കണം എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് നവ്യ. അതേസമയം ഈ സമയത്ത് നമ്മുടെ ഡേവിഡിനെ വിളിക്കുകയാണ് കേട്ടോ. ഡേവിഡ് പുറത്ത് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഡേവിഡിനെ വിളിക്കുകയാണ് നാഗേന്ദ്ര. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഡേവിഡേ, നമുക്കൊരു കാര്യം ചെയ്യണം. ആ നന്ദു ഉണ്ടല്ലോ, അവള് നമ്മുടെ പൊതു ശത്രുവല്ലേ. തന്നെ അറസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വലിച്ചഴിച്ച് ലോക്കപ്പിൽ കൊണ്ടിട്ട് തല്ലി ചതച്ചല്ലേ അവള്. ആ ശത്രുത തൻ്റെ മനസ്സിലില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സാറേ. അവള് ആ ലോക്കപ്പിലിട്ട് എന്നെ തല്ലി ചതയ്ക്കായിരുന്നു. കള്ള സ്വർണം കൊണ്ടുവന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണുള്ളതെന്നും ഒക്കെ ചോദിച്ചിട്ട്. അവള് ചില്ലറക്കാരിയൊന്നുമല്ല. അവൾ അതിൻ്റെ 1-ാം നമ്പർ ശത്രു എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, ആ ശത്രുവിനെ നമുക്കിന്നങ്ങ് ഇല്ലാതാക്കിയാലോ. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയാം, ശരി അത് നമുക്ക് ചെയ്യാമെന്ന് പറയാണ്. അതെ, ഇന്ന് അവൾ ഇപ്പം ആ അനിയുടെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അനിയും അവളും കൂടെ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും വച്ച് കാണും. അതിനുശേഷം അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പൊക്കണം. അവളെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. ഒരു ആക്സിഡൻറ്റോ മറ്റെന്തെങ്കിലോ ക്രിയേറ്റ് ചെയ്ത് അവളെ അങ്ങ് വക വരുത്തണം നമുക്കെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ നവ്യക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എന്തോ അപകടം വരാൻ പോകുന്നുണ്ട് നന്ദുവിന് എന്നുള്ള കാര്യം. അങ്ങനെ നവ്യയുടെ ഫ്രണ്ടിനെ പോയി കണ്ട് പറയാണ്, അനിയെ വിളിക്കണം, അനിയോടും നന്ദുവിനോടും ഈ വിവരം പറയണം. നന്ദുവിനെ അനിയൻ ട്രാപ്പിൽപ്പെടുത്താൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ വിവരം അറിയിക്കണം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ആ ഫ്രണ്ട് അനിയെ വിളിക്കുന്നുണ്ട്. അനിയെ വിളിപ്പിക്കുകയാണ്. വിളിച്ചിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി നന്ദുവുമായിട്ട് കറങ്ങാൻ പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുക. ടൂറിന് പോയിരിക്കുകയാണോ? അതെ. അല്ല, നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ ചില പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ ചെന്നപ്പെടും. പ്രത്യേകിച്ച് നന്ദുവിന് ശത്രുക്കൾ ഒരുപാടുണ്ട്. നന്ദുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ശരി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ നന്ദുവിനും മെസ്സേജ് ഇടുന്നുണ്ട് അവരെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. നന്ദു കൂടുതൽ ശ്രദ്ധിക്കണം. 2 പേരും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെടുത്താനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അനിയും നന്ദുവും കൂടി അന്ന് ടൂറിന് പോവാണ്. ടൂറിന് പോയിട്ട് അവരൊരു സ്ഥലത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി അന്ന് വൈകിട്ട് വരെ ഫുൾ ടൈം അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെ പോയിരിക്കുകയാണ്. അങ്ങനെ അവർ പാർക്കിൽ പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് പേര് അവരുടെ ചുറ്റിനും വന്ന് നിൽക്കുകയാണ് കേട്ടോ. സദാചാര പോലീസ് പോലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ 2 പേരും കൂടെ ഇവിടെ വന്നിരുന്ന് പാർക്കിലിരുന്ന് സംസാരിച്ച് കിന്നിരിക്കുകയാണല്ലേ, കൊള്ളാമല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നന്ദു നല്ല ദേഷ്യത്തിൽ ചാടി എണീക്കുക. നന്ദു ചോദിക്കുന്നുണ്ട്, എന്താടാ തനിക്കൊക്കെ വേണ്ടത്? ഒരാണിനും പെണ്ണിനും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുക. അവരൊക്കെ നാഗേന്ദ്രയുടെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീണ്ടും ചൊറിഞ്ഞു പറയാണ്, അല്ല ആണിനും പെണ്ണിനും ഇരുന്ന് സംസാരിക്കാം, ഞങ്ങൾ സദാചാരം പറയാനൊന്നും വന്നതല്ല, പക്ഷെ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും കണ്ട ഇതൊക്കെ നാളെ മീഡിയയിൽ ഞങ്ങൾ അങ്ങ് പബ്ലിഷ് ചെയ്യും, അതോടെ കൂടി നാണം കെട്ട് നാറും എന്ന് പറയുക. അപ്പം നന്ദു പെട്ടെന്ന് ചാടി എണീറ്റ് ചോദിക്കുക, നിനക്കൊക്കെ അറിയോ ഞാൻ ആരാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുക, അയ്യോ മേഡം ആരായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ല കൊച്ചേ, എന്തിനാ കൊച്ചേ ഇങ്ങനെ കിടന്നത്? ഈ പയ്യനും ഒപ്പം വീട്ടുകാരെ കാണാതെ ഒളിച്ചു പോകുന്നതായിരിക്കും അല്ലേ? നീയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കുകയും റൂം എടുത്ത് താമസിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പം പിന്നെ കാണാതായെന്നോ അല്ലെങ്കിൽ ഒരു പീഡനം നടന്നെന്നോ ഒക്കെ പറഞ്ഞ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരും. അപ്പോഴും ഞങ്ങളാ ഇതൊക്കെ കാണുന്നതും ഇടപെടുന്നതും. നാട്ടുകാർക്ക് പണിയുണ്ടാക്കാതെ 2 എണീറ്റ് പോകാൻ നോക്കുമെന്ന് പറയാണ്. അല്ലെങ്കിൽ 2നെയും പിടിച്ച് ഞങ്ങളിപ്പം കെട്ടിക്കും എന്ന് പറയാം. അപ്പോൾ അനിക്കൊക്കെ ദേഷ്യം വരും. അനി ചാടി എണീറ്റിട്ട്, നീയൊക്കെ ആരാ, നീയൊക്കെ എന്താ ചോദിക്കുന്നത്, നീയൊക്കെ ഞങ്ങളോട് സംസാരിക്കാൻ എന്തിനാ വരുന്നത്, നിൻ്റെയൊക്കെ കാര്യം നോക്കി പോയിക്കൂടെ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാനേ SI ആന്ന് പറയാണ്, എൻ്റെ ID കാർഡ് കണ്ടോ, ഞാൻ SI ആണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവന്മാർ പറയും, അയ്യോ SI മേഡം ആയിരുന്നോ, ഞങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കുക. SI ആണ് പിന്നെ വീഡിയോ എടുക്കടാ, 2ഉം കൂടെ ചേർത്ത് നിർത്തി വീഡിയോ എടുക്കടാ, 2ഉം കൂടി അടുപ്പിച്ചൊക്കെ നിർത്തടാ എന്നൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തി അടുപ്പിച്ച് നിർത്തിയൊക്കെ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുക. ഇവർ 2 പറയുന്നുണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ 3-4 പേര് ഇത് തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ മേഡം SI ആയിരുന്നല്ലേ, ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വീഡിയോയും ഫോട്ടോസും ഒക്കെ കിട്ടി, ഇത് തന്നെ ധാരാളം, എഡിറ്റ് ചെയ്യാതെയും ചെയ്തുമൊക്കെ ഞങ്ങളിത് മീഡിയയിലൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്തോളാം, ഇതൊക്കെ ഒന്ന് വൈറലാവട്ടെ,
എസ് ഐയും അതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറിയിലെ കൊച്ചുമോനും എല്ലാവരും കൂടിയുള്ള കളികളൊക്കെ എല്ലാവരും അങ്ങ് അറിയട്ടെ. നാളത്തെ മാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വന്ന് അങ്ങ് നാണം കെട്ട് നാറട്ടെ. നല്ല രസമായിരിക്കും അല്ലേ? വീട്ടുകാരൊക്കെ അറിയുമ്പം എന്തൊരു അഭിമാനമായിരിക്കും. അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനും അതുപോലെ എസ് ഐയും എസ് ഐ നന്ദിത കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് കളിയാക്കാടെ. അന്തോനും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യമായിട്ട് അങ്ങ് വല്ലതാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഉറപ്പായിട്ടും പബ്ലിഷ് ചെയ്യുമെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട് അങ്ങ് ചെന്ന് പബ്ലിഷ് ചെയ്യടാന്ന് പറയുക. അങ്ങനെ നന്ദു കയറി വന്നിട്ട് 2 എണ്ണം കൊടുക്കുകയാണ് കുറ്റിക്കിട്ട്. നന്ദു പറയുന്നുണ്ട് നിന്നെയൊക്കെ ആരൊക്കെയാണ് വിട്ടേന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാനേ. എന്തിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നും അറിയാം. എന്നെയും അനിയൻ തെറ്റിക്കാനും. അതനുസരിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ജ്വല്ലറിക്കാർ, അവർ വിട്ടതല്ലടാ നിന്നെയൊക്കെ. നീയൊക്കെ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച അതൊന്നും ഞങ്ങൾക്കൊന്നും അല്ല. നീയൊക്കെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യോ എന്ത് ചെയ്യടാ. ചെയ്യാനൊക്കെ നീ ഇവിടെ നിന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ എന്ന് ചോദിച്ച് നന്ദുവും ആനിയും കൂടി നല്ല ഇടി കൊടുക്കുക. നന്ദു ആണെങ്കിൽ നല്ല ഇടി, എല്ലാ അവന്മാരെ ഇടിച്ച് ഒതുക്കി ക്യാമറയും ഫോണും എല്ലാം പിടിച്ചു മേടിക്കുകയാണ്. അത് കഴിയുമ്പോൾ അവന്മാരെല്ലാം പേടിച്ചോടുക. അപ്പോഴത്തേക്കും നന്ദു അനുവും കൂടെ പറയുന്നുണ്ട് ശരിയാണ്, നമുക്ക് ആ മെസ്സേജ് വന്നത് സത്യം തന്നെയാണ്. നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് മറ്റാരുമല്ല, ആ ജ്വല്ലറിക്കാർ തന്നെയാണ്. അവർക്ക് വേണ്ടത് നന്ദുവിൻ്റെ ജീവനാണ്. അവരുടെ കള്ളസ്വർണ്ണം പിടിച്ച് റെയ്ഡ് ചെയ്ത് ആ ഡേവിഡിനെയും കൂടെ പൊക്കി അകത്തിട്ടില്ലേ, അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 പേരും സഞ്ചരിക്കുന്ന പുറകെ മുഴുവൻ അവരുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്തായാലും ഇത് പ്രശ്നമായി എന്ന് പറയുമ്പോൾ അനി പറയുക അതും പ്രശ്നമായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആവുകയാണല്ലോ, സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാനോ സഞ്ചരിക്കാനോ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞൊക്കെ നമ്മുടെ നവ്യ അറിയാണ്. നവ്യ അപ്പോൾ ഓർക്കാണ് ഇതിൻ്റെ പിന്നിൽ അവന്തികയുണ്ട്. അവന്തികയ്ക്ക് എന്തായാലും അനിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് സ്വത്തും പണവും മോഹിച്ചിട്ട് തന്നെയാണ്. അനിയെ ചെന്ന് കണ്ട് സത്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ സഹായിക്കണം. ഈ ജ്വല്ലറിക്ക് പിന്നിലുള്ള ആളെ കണ്ടെത്താൻ അനിയെ കൂടെ നിർത്തണം. അവനോട് പോയി ഞാൻ സംസാരിക്കാൻ പോവാണ് എന്ന് നവ്യ വിചാരിക്കുക. അങ്ങനെ നവ്യ പോവാണ്. നവ്യ പോയി അനിയെ കാണുകയാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് അല്ല എന്താ നവ്യ അടുത്ത് ഇപ്പം വന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുക. അല്പം ഗൗരവത്തിൽ തന്നെയാണ്. അപ്പം നവ്യ പറയുക അനി നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറയണം. അപ്പം അനി ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണ് പറയാനുള്ളത്? നിങ്ങളിപ്പം ഞങ്ങളുടെ ശത്രുപക്ഷത്തല്ലേ ജ്വല്ലറിയുടെ ആളായിട്ട്. മൂർത്തി ജ്വല്ലറിയുടെ MD അല്ല ഞാൻ അല്ലേ? എന്ത് കാര്യമാണ് നവ്യടത്തേക്ക് പറയാനുള്ളത്? അബി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അബി പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, എനിക്ക് ചില കാര്യങ്ങൾ അനിയോട് പറയാനുണ്ട്. ആദർശേട്ടനോടും നയനിയോടും പറയുന്നതിന് മുമ്പ് അനിയോട് പറയണമെന്നുണ്ട്. ജ്വല്ലറിക്ക് പിറകിലുള്ള ആളിനെ കണ്ടെത്താൻ വേണ്ടി നടക്കുകയാണല്ലോ ആദർശേട്ടൻ. പക്ഷേ ഞാനും അതിനുവേണ്ടി കണ്ടെത്താൻ വേണ്ടി നടക്കുകയാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഇപ്പം എൻ്റെ മുമ്പിൽ വന്ന് ഈ അഭിനയിക്കുന്നത് എന്ന് അനി ചോദിക്കുക. അപ്പോൾ നവ്യ പറയാം ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് അഭിനയിക്കുന്നതല്ല. നീയും നന്ദും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. വർഷങ്ങളായിട്ടുള്ള ഇഷ്ടം. ഇപ്പോഴും നിൻ്റെ മനസ്സിൽ നന്ദുവിൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാരെല്ലാവരും എതിരാണ്. അല്ല ഞാനും എതിര് തന്നെയായിരുന്നു. നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ ഞാനും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ 2 പേരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ഒന്നാവേണ്ടത്, മറ്റാരുമല്ല. ഇപ്പോൾ അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി ഇവിടെ എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും അത് നിർബന്ധിക്കില്ല എന്ന് പറയാം. പാനി ചോദിക്കുക അതെന്താ നവ്യടുത്ത് ഇപ്പം അങ്ങനെ പറയുന്നത്? അവന്തികയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുക. അവന്തികയോട് ദേഷ്യമുണ്ട് എനിക്ക്. കാരണം അവളുടെ ഉള്ളിൽ കുറേ കള്ളത്തരങ്ങളുണ്ട്. അബിയും അവന്തികയും ഒക്കെ ചേർന്ന് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. അവർ തമ്മിൽ ഇവിടെ നല്ല ബന്ധത്തിൽ തന്നെയാണ്. പക്ഷേ പുറത്ത് അഭിനയിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. അബിയേക്കാളും വലിയ വിഷം അവന്തിക തന്നെയാണ്. അവന്തികയ്ക്ക് ചില കാര്യങ്ങൾ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നതുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജ്വല്ലറിയിലെ ആ ഒരു കിങ് കോബ്ര അതാരാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാനും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. പിന്നെ അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യവും എനിക്കറിയാനി. അതുകൊണ്ട് നിൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കണം. അത് ഞാൻ നടത്തി തരും എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ അനിയുടെയും അവന്തികയുടെയും വിവാഹം വീട്ടുകാരെന്തായാലും നടത്താൻ തീരുമാനിച്ച് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു, എല്ലാം റെഡിയാക്കിയൊക്കെ വരികയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് അനി നിനക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങളൊരു രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് വിവാഹം കഴിക്കണം. ഞാനത് നടത്തി തരും. അല്ലാതെ ഈ അവന്തികയെ കൂടി നീ വിവാഹം കഴിച്ച് നിൻ്റെ തലയിൽ ഏറ്റ് വെക്കരുത്. നീ ഇപ്പോൾ
മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയപ്പോൾ നിന്നെ കൈവശത്താക്കാൻ വേണ്ടിയിട്ട് അവൾ കളിക്കുന്ന കളിയാണ്. എന്നിട്ട് വേണം ഈ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കയ്യിൽ എത്താനെന്ന് ആങ്ങളെയും പെങ്ങളും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് നീയും നന്ദുവും കൂടി ധൈര്യസമേതം പോരണം വിവാഹം കഴിക്കാൻ. വീട്ടുകാരുടെയൊക്കെ എല്ലാ നിർബന്ധം നോക്കിയിരുന്നാൽ, അല്ലെങ്കിൽ സമ്മതം നോക്കിയിരുന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നീ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം നന്ദുവിനെയും അനിയെയും കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹം നടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നവ്യ. അതൊക്കെ വളരെ വലിയൊരു കഥ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ്റെ ഇടപെടലുകളുണ്ട്, അവന്തികയുടെ ഇടപെടലുകളും നാഗേന്ദ്രയുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ട്. എന്തൊക്കെയായാലും നവ്യ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അവന്തികയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നുമുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്